സാറേ, മറയ്ക്കാൻ വേണ്ടി സമരം നടത്തിയ നാടാണ് നമ്മുടേത്. ഇപ്പോൾ പുരുഷന്മാർക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കയറണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകൾ രംഗത്തേക്ക് വരുന്നു. സമരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക? അത് കേരളത്തിൽ ഒരുപാട് തമാശകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു തമാശയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ശിവഗിരി മഠത്തിൻ്റെ അധിപതി സ്വാമി സച്ചിദാനന്ദ നേതൃത്വത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. അതായത് ആചാര പരിഷ്കരണ മാർച്ച് എന്തെന്തോ ആയിരുന്നു തോന്നുന്നു എൻ്റെ പേര്. അതായത് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരാതെ അല്ലെങ്കിൽ ഷർട്ട് ഊരി കയറണമെന്നുള്ള നിബന്ധനയ്ക്ക് മാറ്റം വരുത്തണമെന്ന് ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതും ശിവഗിരി മഠത്തിൻ്റെയാണ്. അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠത്തിൻ്റെ ഇപ്പോഴത്തെ അധിപനാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സമൂഹത്തിന് മുഴുവൻ ഈശ്വരാരാധനയ്ക്ക് താല്പര്യമുണ്ടായിട്ടും ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു മഹാൻ്റെ തുടർച്ചയാണെന്ന് ആലോചിച്ചു. എന്നിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് ധർണയായിട്ട് പോകുന്നു. അത് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ മഠാധിപതിയായി വരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. അതെനിക്ക് തോന്നുന്നു ഈ സ്വാമി സച്ചിദാനന്ദയ്ക്ക്, കാര്യം ഈ ശിവഗിരിയിലെ സ്വാമിമാർ നമ്മുടെ പുറത്ത് കാണുന്ന കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളും കുതികാൽ വെട്ടൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ ഗംഭീരമായ രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരാണ് ശിവഗിരി മഠത്തിലെ സന്യാസിമാർ. അത് നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. പോലീസ് കയറിയതും കാലത്ത്. അതെ. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് തോന്നുന്നുണ്ടാവും ഇതിൻ്റെ ഒരു പകുതി കളി കളിച്ചു കഴിഞ്ഞാൽ, പുറത്ത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വലുത് നേടാമെന്നുള്ളത്. മാത്രമല്ല ഈ യോഗി ആദിത്യനാഥ് കാഷായ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് സന്യാസിയായിട്ടിരുന്നുകൊണ്ട് UP-യിൽ ഭരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇത് പല സന്യാസിമാരുടെ ഉള്ളിൽ ഈ യഥാർത്ഥ സന്യാസിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരില്ല കേട്ടോ. യഥാർത്ഥ മോഹങ്ങളുണ്ടാവില്ല. അവർ ജീവിതത്തെ ആസ്വദിക്കുന്ന വ്യക്തികളായിരിക്കും. മനസ്സിലായില്ല, അവർക്കൊരു ഉപാധി ഒരിക്കലും ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് സന്യാസം വരുന്നത്. ഏതെങ്കിലും ഒരു ഉപാധി സന്തോഷത്തിന് ആവശ്യമായി വരുന്നവൻ ഒരിക്കലും സന്യാസിയല്ല. മറിച്ച് അല്ലാതെ തന്നെ അവർ സന്തോഷത്തിലിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ സന്യാസിമാരുടെയൊക്കെ പേരിൻ്റെ പിന്നിൽ ഈ സച്ചിദാനന്ദ, ആ പേര് ശരിക്കും പറഞ്ഞാൽ ആ പേര് അറിയുകയാണെങ്കിൽ, വ്യാഖ്യാനിക്കുകയല്ല, സച്ചിദാനന്ദ സ്വാമിയുടെ അടുത്ത് തന്നെ സച്ചിദാനന്ദത്തിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപനിഷത്തും മറ്റേതൊക്കെ വ്യാഖ്യാനിച്ച് അതിഗംഭീരമായിട്ട് സ്പീച്ച് നടത്തും. പക്ഷേ അതിൻ്റെ അനുഭവം വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ ഉപ്പിനെ കുറിച്ച് സംസാരിക്കുകയും ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്കൊന്നും മുഖ്യമന്ത്രിയാകാനായിട്ട് കേരളത്തിൽ ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര കളിച്ചാലും ബുദ്ധിമുട്ടാണ്. മറിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ടാവും. ഒരു പക്ഷേങ്കിൽ ഈ സന്യാസിമാർക്കൊക്കെ അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു CPM അജണ്ട വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു മുസ്ലിം പ്രീണന നയം പ്രകടമായിട്ട് CPM എടുത്തു, അല്ലെങ്കിൽ ഇടതുപക്ഷം എടുത്തു. ആ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ അറിയായിരുന്നു. വളരെ വ്യക്തമാണ്. ഈവൻ പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അതിന് വേറൊരു തലമാണ്. അപ്പോൾ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശരിക്കും ആ പ്രീണന നയം എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഭയങ്കരമായിട്ട് ചോർന്നു പോയി. ഇത് ഞങ്ങളുടെ ഉറച്ച വോട്ടാണെന്നുള്ള അമിത ആത്മവിശ്വാസമാണ്. ഇത് എത്രയായാലും പോകില്ല, ഇത് നമ്മുടെ ബാങ്കാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, അത് നമ്മൾ തൊടാതെ പോകില്ല, നമ്മൾ അഴിക്കാതെ പോകില്ല എന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ട് ചോർന്നു പോയി. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാനുള്ളൊരു CPM തന്ത്രമാണ് സാധനം. എത്രമാത്രം വിജയിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഇവർക്കൊന്നും ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ പുറത്തൊന്നും ഈ പറഞ്ഞതുപോലെ ഈ SNDP-യുടെ ആണെങ്കിലും ശിവഗിരി മഠത്തിനാണെങ്കിലും സുകുമാരൻ നായർക്കാണെങ്കിലും NSSൻ്റെ സുകുമാരൻ നായർക്കാണെങ്കിലും ഇപ്പറയുന്ന പോലുള്ള സ്വാധീനമൊന്നും ഈ സമുദായങ്ങളുടെ പുറത്തൊന്നും ഇല്ല. ഇവരൊരു സംഘടന എന്ന നിലയിൽ, ഒരു സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെയൊക്കെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നതിന് കുറേ ആസ്തിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സ്വാധീനം എന്ന് പറയുന്നതൊക്കെ വളരെ നാമമാത്രമാണ്. കുറച്ച് ആൾക്കാരെ കിട്ടും. അപ്പോൾ ഇവിടെയും ഈ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം കഴിഞ്ഞ തീർത്ഥാടന സമയത്ത് മുഖ്യമന്ത്രി വന്ന് ഷർട്ട് ഊരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. സമാന്തരമായിട്ട് സച്ചിദാനന്ദയും ഷർട്ട് ഊരുന്നതിനെക്കുറിച്ച് പറഞ്ഞു.
ഒരാചാരം ഒഴിവാക്കുകയാണ്. ഈ ആചാരം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ആചാരം ഒഴിവാക്കുന്നത് കൊണ്ട് എന്താണ് അവിടെ ഈ ക്ഷേത്ര സന്ദർശന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് വ്യക്തി നേടുന്നത്? വെറുതെ ഒരു ബാഹ്യമായ ഒരു ആചാരത്തിന് മാറ്റിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ക്ഷേത്രം എന്തിനാണ്? ക്ഷേത്രത്തിലൊരു വ്യക്തി പോകുന്നത് എന്തിനാണ്? അവിടെ ഉടുപ്പിട്ടാൽ അല്ലെങ്കിൽ ഉടുപ്പിട്ടാലുണ്ടാകുന്ന പ്രയോജനം എന്താണ്? ഉടുപ്പ് ഊരിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണ്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് അത് ഊരണോ ഊരുണ്ടായോ എന്നൊക്കെ ഉള്ളത് വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുക. ഒരു വ്യക്തി ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നത് സാമൂഹികമായ ലക്ഷ്യമുദ്ദേശം വെച്ചല്ല, ആ വ്യക്തിയുടെ ആവശ്യത്തിനാണ് പോകുന്നത്. അതെങ്ങനെ വേണം എന്നുള്ളത് ആ വ്യക്തിയാണ് നിശ്ചയിക്കേണ്ട സാധനം. അതിന് സ്വാഭാവികമായിട്ടും ചില ആവശ്യമില്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അത് മാറ്റേണ്ടത് അതിൻ്റെതായ രീതിയുണ്ട്. ആ രീതിയിൽ മാറിയെങ്കിൽ അത് മാറുള്ളൂ സാധനം. ഇപ്പോൾ ശ്രീനാരായണ ഗുരു തന്നെ ചില വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അതെ. അത് എറിയുമ്പോൾ ആ എറിയുന്നത് അറിവിൻ്റെ പുറത്താണ് എറിയുന്നതെന്നുള്ളത് കണ്ടു നിൽക്കുന്നവർക്കറിയാം. അപ്പോൾ അവിടെ സംശയം വരുന്നില്ല. മറിച്ച് ഇതല്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം റോമിൽ സമ്മേളനം നടത്തി. അതെ. സർവമത പ്രാർത്ഥനാലയം അല്ലേ ശുദ്ധഗിരിയിൽ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് മാർച്ച്. ഇത് മൂന്നും ഒരു 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 സന്യാസിയോ ഒരു മഠത്തിൻ്റെ അധിപനോ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടൊരു ചെയ്യേണ്ട പ്രക്രിയയുള്ളത്. കാരണം ഇതൊക്കെ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. അതെ. ഇത് ഇവരെല്ലാം ചെയ്യേണ്ടത് വ്യക്തിയാണ് കേന്ദ്രീകരിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് എങ്ങനെ മാറ്റമുണ്ടാകാം, അതെങ്ങനെ സഹായിക്കാൻ പറ്റും, അതാണ് ഈ സന്യാസിമാരുടെയൊക്കെ ലക്ഷ്യം. ഞാൻ വ്യക്തികളിലൂടെ സമൂഹത്തിന് മാറ്റിക്കൊണ്ടുവരിക. ശ്രീനാരായണ ഗുരു ചെയ്തത് തന്നെയാണ്. നമ്മുടെ ഈ ഇന്ത്യൻ സംസ്കാരം മുഴുവൻ വ്യക്തിയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുന്നതല്ലേ? അത് ഉണ്ടെന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തം. അല്ല, ഉണ്ട്. പക്ഷെ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഓപ്പണായി വരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിന് അതുപോലും മനസ്സിലാക്കാനുള്ളൊരു ശേഷിയിലേക്ക് ഇവർക്ക് മാറാൻ കഴിയുന്നില്ല. ഇത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോലും. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്രങ്ങളാണെങ്കിലും ഇപ്പോൾ ശിവഗിരി പോലുള്ള മഠമാണെങ്കിലും അവിടെ എങ്ങും ഒരിക്കലും ഇത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു ക്ഷേത്രങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളല്ല. അതാദ്യം തിരിച്ചറിയേണ്ട ഒരു സാധനമാണത്. അതെങ്കിലും ആ ഒരു മിനിമം അറിവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സർവമത പ്രാർത്ഥന കേന്ദ്രം നിർമ്മിക്കുമെന്ന് എന്താണ് സർവമത പ്രാർത്ഥനാലയം നിർമ്മിക്കുമെന്ന് ശിവഗിരി മഠാധിപതി പറയില്ല. അതെ. അപ്പോൾ ഇതൊന്നും പ്രാർത്ഥനാ കേന്ദ്രങ്ങളല്ല. കാരണം ഇത് വ്യക്തിയും ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു കൊച്ചു കുട്ടിക്ക് എങ്ങനെയാണോ ബേബി വാക്കർ, ആ ബേബി വാക്കറുടെ പേർപ്പസാണ്, ലക്ഷ്യമാണ് ഈ ക്ഷേത്രങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേബിയുടെ അവസ്ഥയും കഴിഞ്ഞ് കൗമാരവും കഴിഞ്ഞ് യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യവും കഴിഞ്ഞ് ഒരു അവസ്ഥയിലും കൊടിയ വാർദ്ധക്യമാണെങ്കിൽ ഈ ബേബി വാക്കർ പിടിച്ചിട്ടാണ് മലയാളി ഇപ്പോൾ നടക്കുന്നത്. അതെ. മനസ്സിലായില്ലേ? ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ അവസ്ഥയൊക്കെയാണ് ഇവർ മുതലെടുക്കുന്നത് സാർ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇനി ഷർട്ട് ധരിച്ചു പോകണം, ശരി, ഒരു വ്യക്തിയുടെ താല്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു താല്പര്യത്തിൽ SNDPയുടെ ക്ഷേത്രങ്ങളിൽ കയറാം. അപ്പോൾ ഇനി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലും കയറാൻ പറ്റുമോ? കയറണം എന്നാണോ ഇവർ? അല്ല, അവിടെയാണത് മനസ്സിലാക്കേണ്ട സാധനം. അപ്പോൾ അവിടെ സുകുമാരൻ നായർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇയാളാരെ പറയാനെന്നുള്ള സാധനം. അപ്പോൾ അവിടെ ഒരു നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ പാടില്ല, ഇത് ആചാരങ്ങളെ മാറ്റണം. ഒരു ഡിവിഷൻ വന്ന അവിടെ ഇവർ വിചാരിക്കുന്ന ഒരു നായർ ഈഴവ വ്യത്യാസം കൊണ്ടുവന്നിട്ട് നായരൊക്കെ പോയി കുറച്ച് നായേഴ്സ് CPM വോട്ട് ചെയ്യുന്നുണ്ടാവും, ബാക്കിയുള്ളവർക്ക് രണ്ടായാലും BJPയിലേക്ക് മറ്റിടത്തേക്കും പോകും, ഈഴവ സമുദായക്കാർ മുഴുവൻ CPMയിലേക്ക് വരും എന്നൊക്കെ ഉള്ളതായിരിക്കും കണക്കുകൂട്ടലുകൾ. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് ഇവിടുത്തെ ഈ സന്യാസിമാരെന്ന് പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ മഠത്തിൻ്റെയൊക്കെ അധിപന്മാർ അതിന് ഇന്ന് കൊടുക്കുന്നു. അതാണിപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കേരള സമൂഹത്തിലൊക്കെ എത്രയോ ക്വാളിറ്റേറ്റീവായിട്ട്, ഉദാഹരണത്തിന് ഇപ്പം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകങ്ങളും എഴുത്തുകളും എന്ന് പറയുന്നത് അതിൽ ഒന്ന് നിത്യചൈതന്യ യതിയുടെയാണ്. യതിയുടെ എന്തുകൊണ്ടാണ് വായിക്കുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം മരിച്ചിട്ട് തന്നെ വർഷങ്ങൾ എത്രയായി അല്ലേ? അതെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അപ്പം അങ്ങനെ ഒരു നമ്മളിലുള്ള ഒരു സമൂഹം ആ ഒരു രീതിയിലേക്കും പോകുന്നുണ്ട്. പക്ഷെ വർത്തമാനകാല സാഹചര്യത്തിൽ അത്തരത്തിലുള്ള
ഉള്ളടക്കങ്ങൾ ആളുടെ കയ്യിൽ എത്തുന്നില്ല. കാര്യം അവിടുന്ന് ഇത്തരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കേണ്ടതും അത്തരത്തിലുള്ള ഒരു എന്താ പറയുക മനുഷ്യൻ്റെ ചിന്തയെ ഉണർത്തുന്ന സംഗതികളായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്നില്ല. അതാണിപ്പം നമ്മളിവിടെ കാണുന്ന സാധനം. അല്ല, ഇപ്പോഴും ആത്യന്തികമായ പ്രശ്നം ഈ പറയുന്നത് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറണമെന്നുള്ള. അപ്പോൾ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആചാരമുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് ആചാരങ്ങൾ മാറണോ, കാലത്തിനനുസരിച്ച് ആചാരങ്ങൾ വേണ്ട, ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ എവിടെയായിരിക്കും പൊതുസമൂഹം കൂടുതൽ നിൽക്കാൻ താല്പര്യപ്പെടുക? ഈ പൊതുസമൂഹം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, അതിനകത്തൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ എപ്പോഴും യഥാർത്ഥ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ അക്ഷരം എഴുതാൻ അറിയാൻ വയ്യാത്ത വ്യക്തി പോലും വളരെ മനോഹരമായിട്ട് മൊബൈൽ ഉപയോഗിക്കുകയും GPay ഉപയോഗിക്കുകയും UPI പേയ്മെൻറ്റുകളൊക്കെ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ അൽഗോരിതം എത്ര പേർക്കറിയാം? വളരെ കുറച്ചാണ് അല്ലേ? അതെ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ലോകത്ത് നയിക്കുന്ന 4, 5, 6 ആൾക്കാർ ഇതിനാണ് ലോകത്തിൻ്റെ ഗതി മുഴുവൻ മാറ്റുന്നത്. അതെ. അപ്പോൾ ഇതിൻ്റെ വാട്സപ്പ് അയക്കുന്ന ഒരുവിധം ആൾക്കാരെല്ലാം വാട്സപ്പ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വാട്സപ്പ് പോലും അയക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ടെലിഫോൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മിനിമം ഉപയോഗിക്കുന്നവരുണ്ട്, നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, പല തലത്തിലുള്ളവരുണ്ട്. ഭൂരിഭാഗം പേരും ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. പക്ഷേ അതിന് ഉപയോഗിച്ചിരിക്കുന്ന അൽഗോരിതം കോഡിങ് അറിയാവുന്ന വ്യക്തിക്ക് പോലും അറിയണമെന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അറിവുള്ളവർ ഓരോ കാര്യങ്ങൾ അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ആ ചുരുക്കം വരുന്ന വ്യക്തികൾ ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ സ്വീകാര്യമായിരിക്കില്ലാതിരിക്കും. അപ്പം ആ ഒരു അറിവിനെ എന്തിൻ്റെ പേരിലാണ് ഉടുപ്പിട്ടുകൊണ്ട് കയറാവുന്നത്. ഇപ്പം വടക്കേ ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ അങ്ങനെയാണെങ്കിൽ ശ്രീകോവിലിൽ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ കയറാൻ പറ്റില്ല. ഇപ്പം നമ്പൂതിരി വന്നിട്ട് ഇപ്പം ഈ പ്രസാദം ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പ്രസാദം ഇട്ട് കൊടുക്കുമ്പോൾ കൈ തൊടാതിരിക്കാൻ നോക്കും. എന്നിട്ട് ഈ വായിക്കുന്ന ഭക്തൻ്റെ കയ്യിൽ 10 രൂപയാണോ 5 രൂപയാണോ എന്ന് കൂട്ടത്തിൽ നോക്കുകയും ചെയ്യും, ഇല്ലേ? അപ്പോൾ മറിച്ച് നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോവുക. നമുക്ക് ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്ത് കയറി ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ നെറ്റിയിരിക്കുന്ന ഭസ്മം അല്ലെങ്കിൽ സിന്ദൂരം എടുത്ത് നമുക്കിട്ടുകൊണ്ട് പോവാം. ഈ ദുർഗയുടെയും അതേപോലെ തന്നെ ശിവലിംഗം ഒക്കെ അതിനകത്ത് നമുക്കിപ്പോൾ കാശിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കയറി വിഗ്രഹത്തെ തൊട്ടിട്ടാണ് നമുക്കത് ചെയ്യുന്നത്. ആൾക്കാരെല്ലാം തൊഴും, അവിടെ പ്രശ്നമില്ല. അപ്പോൾ ഇതിന് ഓരോ പ്രദേശത്തിനും ഓരോ രീതിയിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ രീതികളല്ല ഉത്തരേന്ത്യയിൽ വളരെ വ്യത്യസ്തമാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ കേരളത്തിൽ വളരെ സൂക്ഷ്മതലത്തിലുള്ള സംഗതികളാണ്, അതിസൂക്ഷ്മതലത്തിലാണ്. കാരണം വെച്ചാൽ കേരളം എന്ന് പറയുന്ന സംഗതിയിൽ നമ്മളുടെ ഓരോ കാൽവയ്പിലും ശ്രദ്ധ വേണ്ട ഒരു സമൂഹമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അനാചാരങ്ങളും കേരളത്തിൽ പൊന്തി വന്ന സാധനം. കാരണം വളരെയധികം ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളുണ്ട്. ആ ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് ആദ്യം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പിൻഭാഗം തുടയ്ക്കണം. അതെ. തോർത്തുകൊണ്ട് പിൻഭാഗം തുടച്ചതിന് ശേഷം മുഖം തുടയ്ക്കുക, അതിനുശേഷം തല തുടയ്ക്കുക. പറയുന്നത് ഈ മൂദേവിയും ശ്രീദേവിയും ഉണ്ട്. അപ്പോൾ മുഖമാണ് ആദ്യം തുടയ്ക്കുന്നതെങ്കിൽ ഉണങ്ങിയ സ്ഥലത്ത് വന്ന് മൂദേവി കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പുറകിലും ശ്രീദേവിക്കുള്ള സ്ഥലം പുറകിലാണ്. അതുകൊണ്ട് മൂദേവിക്കുള്ള സ്ഥലം. അപ്പോൾ ആദ്യം അവിടെ ഉണക്കി കൊടുത്താൽ മൂദേവി അവിടെ ഇരുന്നോളും, പിന്നെ മുഖത്താണെങ്കിൽ ശ്രീദേവി വന്നിരുന്നോളും. അപ്പോൾ ഇത് പറയുന്നത് ഇതറിയാൻ വയ്യാത്ത വ്യക്തി ഇത് മൂദേവി എന്തായാലും മുഖത്ത് വരണ്ടെന്ന് ചോദിച്ചിട്ട് ബാക്കിൽ തുടങ്ങി. ഒരു ആയുർവേദ വൈദ്യൻ, നല്ല യഥാർത്ഥ ആയുർവേദം പഠിച്ച ഒരു ആയുർവേദ ഭിഷഗ്വരനാണെങ്കിൽ പറയും എന്തുകൊണ്ടാണ് പിൻഭാഗാദ്യം തുടയ്ക്കേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സൂക്ഷ്മതയോടെ ഡീൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് സുഷുപ്ന കാണ്ഡമെന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിനൊരിക്കലും തണുപ്പ് ആദ്യം വെക്കുകയോ അതിനകത്ത് വ്യതിയാനങ്ങളോ വരാൻ പാടില്ല. അതുകൊണ്ട് പിൻഭാഗം തുടയ്ക്കണമെന്ന് പറയും. ഇത് ആയുർവേദത്തിനറിയാം. പക്ഷേ ഈ സുഷുമ്നാകാന്ഡമെന്നോ ഇതിനകത്തുള്ള സംഗതി എന്താണെന്ന് അറിയാവുന്ന എത്ര ആൾക്കാരുണ്ട്? മറിച്ച് അയാളെ സംബന്ധിച്ചിട്ട് ഇത് മൂദേവിയും ശ്രീദേവിയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. മറിച്ച് ഈ ഒരു തവണ പിന്നെ കുളി കഴിഞ്ഞ് അറിയാതെ ഒന്ന് മുഖം തുടച്ചു പോയി, അയ്യോ ഇനി എൻ്റെ ദേഹത്ത് ഇന്ന് ദിവസം മുഴുവൻ ഇനി മൂദേവി കണ്ടില്ലാവുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മാനസിക രോഗമാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണോ നമ്മൾ ഈ മൊബൈൽ ഫോൺ ആൾക്കാരെ ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും ലളിതമായ ടെക്നോളജിയിലൂടെ ശീലിപ്പിക്കുന്നത്, അതേപോലുള്ള ചില കഥകളും ചില രീതികളും ചില നമുക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ മൂദേവി ശ്രീദേവി ഉണ്ടോ? ഇല്ല, ആർക്കും അറിയാവുന്ന സംഗതിയുള്ളൂ ഇത്. അപ്പോൾ ഇത് ഓരോ അവസ്ഥകൾ, അതായത് മനുഷ്യന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില കഥകളൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നുള്ളതാണ്. ഇതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഈ സകല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിൻ്റെ അങ്ങേ അറ്റമെത്തിയ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരിടത്ത് പോലും നമ്മുടെ കേരളത്തിലെ കണക്ക് ഈ ആചാരങ്ങൾ അനാചാരങ്ങളുടെ ജീർണതയിലേക്ക് വീട്ടുണ്ടാവും തോന്നുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്. കാരണം അതിസൂക്ഷ്മമായ രീതിയിൽ ഓരോ നിമിഷവും ജീവിക്കാൻ പിന്നെ ബാധ്യതപ്പെട്ടവരാണ് മലയാളികളെന്ന് പറയുന്നത്. കാരണം കേരളത്തിൻ്റെ പ്രകൃതി അതാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓരോ കുറച്ച് നിമിഷത്തേക്ക് മാത്രം തന്നെ ജീവൻ എടുത്ത് നശിച്ചു പോകുന്ന ശലഭങ്ങൾ പിന്നെ ജനിച്ച് മരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ കുളത്തുപുഴയൊക്കെ പോയാൽ അറിയാം. അപ്പോൾ ജീവൻ്റെ ആ ഒരു ചെറിയ അംശത്തിന് പോലും ജീവനെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ. അപ്പം അത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. കാര്യം നമ്മൾ മാത്രമല്ല, ജീവജാലങ്ങൾക്ക് ഇങ്ങനെ ജീവനെടുക്കുന്ന ജീവജാലങ്ങൾക്കും ജീവനെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. നമ്മുടെ ഇടപെടലിൽ അവർക്ക് ദോഷം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതൊന്നും ഈ ഒരു എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ പെർസ്പെക്റ്റീവ് ഒന്നും സാധാരണക്കാരന് മനസ്സിലാവില്ല. അപ്പോൾ അവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില കഥകളും പെട്ടെന്ന് അവനെ പേടിപ്പിക്കാനും കുറച്ച് പേടിയിലൂടെ, കാര്യം ഈ അറിവില്ലാത്തവനെപ്പോഴും പിന്നെ അവന് അറിവിൻ്റെ വഴിയിലുണ്ടാക്കണമെങ്കിൽ കുറച്ച് പേടി വേണ്ടി വരും. അതെ, കാര്യം സംസ്കാരമില്ലാത്തവനെ സംസ്കാരത്തിൽ പെരുമാറ്റണമെന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ആവശ്യം ഇതുപോലെയാണോ വേണ്ടത്, അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഈ ഉടുപ്പിടാത്തത് കൊണ്ട് എന്താണ് പ്രശ്നമുണ്ടോ? ഉടുപ്പിടുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇതിൻ്റെ ഒരു വിവിധ, ഇപ്പം സ്ത്രീകൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വസ്ത്രം ധരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ മേൽ വസ്ത്രം ധരിക്കണോ വേണ്ടയോ? സ്ത്രീകൾ മേൽവസ്ത്രം കേരളത്തിൽ ധരിച്ചിട്ട് നാളെത്രയായി? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോവാം. പക്ഷേ അത്തരമുള്ള ചർച്ചകളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇതിന് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലെയും മറ്റു കാര്യങ്ങളിലെയൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ ഇപ്പം മഠത്തിനെയും സംഘടനകളെയും എല്ലാത്തിനെയും ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജെനുവിനായിട്ടുള്ള സംഗതികൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിലൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും മഠങ്ങളുടെ കാര്യമാണെങ്കിലും സമുദായ സംഘടനകളുടെ കാര്യം എടുത്തു നോക്കിയാൽ എല്ലാം അറിയാം. ഡയറക്റ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ പറഞ്ഞതുപോലെ ഈ അധികാരത്തിന് അല്ലെങ്കിൽ സമ്പത്ത് നമുക്ക് വലിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെ സാഹചര്യങ്ങളെ കൊണ്ടുപോകാം എന്നുള്ള രാഷ്ട്രീയത്തിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന സാധനം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അല്ലാതെ ഇതൊന്നും കേരളത്തിൽ യാതൊരു വിധമായ ഇപ്പോൾ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിയേണ്ട കുഴപ്പം ഒരു കുഴപ്പമില്ല. ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? അതും പ്രശ്നമില്ല. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ്. ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വിശ്വാസം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് വന്ന ഒരു മതസങ്കല്പത്തിൽ നിന്ന് സംഗതിയാണ്. കാര്യം നമുക്ക് ഉറപ്പുള്ള കാര്യത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോകാനായിട്ട് 1 കിലോമീറ്റർ 150 മീറ്റർ അത്രയും ദൂരമാണ് ഉള്ളത്. അതെൻ്റെ അറിവായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടേക്ക് പോകാനായിട്ട് 1 മീറ്ററോ അല്ലെങ്കിൽ 2 മീറ്റർ അല്ല 2 കിലോമീറ്റർ ദൂരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. അറിവുണ്ടാകുന്ന സമയത്ത് വിശ്വാസം മാറും. അപ്പോൾ അറിവ് സ്വാഭാവികമായിട്ടുണ്ടാവില്ല. അറിവുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഈ പുത്തൻ കാലഘട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അല്ല, അറിവിൻ്റെ കാലഘട്ടമാണ്. ഏത് കാര്യവും നമുക്ക് ഭൗതികമായിട്ടുള്ള ഏത് കാര്യവും ഇപ്പം തന്നെ ഗൂഗിളിൻ്റെ ബില്ലോ ചിപ്പ് അല്ലേ, ഭൂമിയുടെ ആയുസിൻ്റെ അത്രയും വർഷം അല്ലെങ്കിൽ സമയം ആവശ്യമുള്ള വിശകലനത്തിന് ആവശ്യമുള്ള സംഗതി ഈ വില്ലോ ചിപ്പ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വയസ്സിൻ്റെ അത്രയും ഇതുവരെയുള്ള വയസ്സിന് അത്രയും സമയം ആവശ്യം ഒരു വിശകലനത്തിന് വേണ്ട സംഗതികൾ ഈ ഗൂഗിളിൻ്റെ വില്ലോ ചിപ്പ് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തരുന്നു. അപ്പോൾ പിന്നെ എവിടെ വിശ്വാസത്തിൻ്റെ പ്രസക്തി എവിടെയാണ്? എന്താണ് വിശ്വസിക്കേണ്ടത് അല്ലേ? അതെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ അറിവിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക്? അപ്പോൾ അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ രക്ഷപ്പെട്ടു, സ്വതന്ത്രനായി. അതെ. പിന്നെ നിങ്ങൾക്ക് കളിക്കാം. മനസ്സിലായില്ലേ? ഈ ലോകത്തിൽ അതിമനോഹരമായിട്ട് നിങ്ങളുടെ വാസനയ്ക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളിക്കുകയും ആ കളികൾ
മെസ്സിയുടെ കളി കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത്, സന്തോഷിക്കുന്നത്, അതേപോലെ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും. അങ്ങനെ ജ്വലിക്കുന്നവനാണ് അവൻ്റെ ആത്മസുഖത്തിനായി ചെയ്യുന്നത് മറ്റുള്ളവൻ്റെ അല്ലെങ്കിൽ അവരൻ്റെ സുഖത്തിനായി മാറും. രസകരം. അവിടെയാണ് ഇതിൻ്റെ ഈ രസാത്മകമായ കളി വരുന്ന സാധനം. അപ്പോൾ അത് അറിയാൻ വയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ശിവഗിരിയിലെ മഠാധിപതി സ്വാമി സച്ചിദാനന്ദയ്ക്കും അത് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ വ്യാഖ്യാനിക്കാനും പ്രസംഗമൊക്കെ കേട്ടാൽ നമ്മൾ വേണമെങ്കിൽ വിരട്ടിക്കളയും ചിലപ്പോൾ. പക്ഷേ ഈ അറിവിലേക്ക് വരുന്നില്ല. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഉദിക്കുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് കരുതുന്നത് തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വാദപ്രതിവാദങ്ങൾ തുടരട്ടെ, നമുക്ക് തീരുമാനങ്ങളിലേക്ക് നമ്മളായിട്ട് എടുക്കേണ്ട വരട്ടെ കാര്യം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.